പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥം രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തി നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പ് സൗഖ്യം ലഭിക്കട്ടെ.
പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ ഒരു ഭൗതിക സാഹചര്യമുണ്ട്, ഭൗതിക സാഹചര്യമില്ലാത്ത വിശ്വാസവുമുണ്ട്. ഈ വിശ്വാസം തന്നെ പലതരത്തിലുണ്ടെന്ന് നമ്മൾ പറയുന്നാലും നമ്മുടെ ജീവിതത്തെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭൗതിക സാഹചര്യമുള്ള ഒരു വിശ്വാസമുണ്ട്, ഭൗതിക സാഹചര്യമില്ലാത്ത വിശ്വാസമുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താണ് ഇങ്ങനെ ഇത് നിങ്ങൾ കേൾക്കാത്തൊരു കാര്യമാണ്. നമ്മൾ വിശ്വാസത്തിന് ഇടയ്ക്ക് ചില സമയത്ത് ആത്മവിശ്വാസം കയറി വരും. വിശ്വാസം ഉണ്ടാവും, ആത്മവിശ്വാസം ഉണ്ടാവും. എന്നിട്ട് ആത്മവിശ്വാസം ചില സമയത്ത് വിശ്വാസത്തെ ഡയല്യൂട്ടാക്കി കളയും. ഉദാഹരണത്തിന്, നീ ഒരു B2 എക്സാം എഴുതിയെന്ന് വിചാരിച്ചോ. അപ്പം നീ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ നിനക്കൊരു ആത്മവിശ്വാസമുണ്ട്. എന്താണ്? മൊഡ്യൂൾസ് എല്ലാം ക്ലിയർ ചെയ്തല്ല എന്നുള്ള ആത്മവിശ്വാസം. നന്നായിട്ട് സംസാരിച്ചു, നന്നായിട്ട് എഴുതി, നന്നായിട്ട് റീഡ് ചെയ്തു. അതുപോലെ എന്ത് വിഷയത്തിനായാലും എല്ലാ വിശ്വാസങ്ങൾക്കും ഇടയിൽ ഒരു ഭൗതിക സാഹചര്യം ഉണ്ട്. ആ ഭൗതിക സാഹചര്യമാണ് നമുക്ക് ആത്മവിശ്വാസം തരണത്. ആത്മവിശ്വാസം ചില സമയത്ത് വിശ്വാസത്തെ ഡാമേജ് ആക്കും, ഉപദ്രവിക്കാൻ തുടങ്ങും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ചിലക്ക് വിശ്വാസത്തിന് ഭൗതിക സാഹചര്യം ഇല്ലെങ്കിൽ വിശ്വാസം വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, അച്ഛൻ എന്തിനെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. കർത്താവ് പണ്ട് 10 ദിവസം കൊണ്ട് പറഞ്ഞില്ലേ, ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാൻ ഇല്ലേ? അപ്പോൾ പത്തോസ് പറഞ്ഞ് കർത്താവിൻ്റെ കമാൻഡായിരുന്നു. പക്ഷെ ദൈവം കൽപ്പിച്ചതാണെങ്കിലും പത്തോസിന് ഒരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു. എന്താ കാര്യം? ഭൗതിക സാഹചര്യമില്ല. ഈ പറഞ്ഞ ദൈവകൽപ്പന ആണെങ്കിൽ പോലും അത് നടക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങളില്ല. എന്താണ്? 2 കാര്യങ്ങളാണ്. ഒന്ന്, രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ലൂക്കാ 5:4 സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു. അപ്പൊ ശിമയോന് അങ്ങനെ പറഞ്ഞെങ്കിലും ഒരു ആത്മവിശ്വാസം ഇല്ല. എന്താ കാര്യം? ആത്മവിശ്വാസത്തിന് പറ്റിയ ഭൗതിക സാഹചര്യമില്ല. അതുകൊണ്ടാണ് ശിമയോൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അപ്പൊ മതി, ഇതാണ് സാധനം. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഒരു മനാമസോടെ മടുപ്പാ ഭയങ്കര. ഇപ്പൊ ചിലർക്ക് പറയല്ലേ, പ്രാർത്ഥിക്കാൻ മടുപ്പെന്ന് പറയലേ. ചില ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ മടുപ്പുണ്ടല്ലോ. അതിൻ്റെ കാര്യം എന്താണ്? ഈ ഭൗതിക സാഹചര്യം. ഇപ്പം നിങ്ങൾ എഴുതിയ പരീക്ഷ ഫ്ലോപ്പാണെന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങളോട് അമ്മ പറയും, മോളെ പ്രാർത്ഥിക്കും മോളെ. പക്ഷെ നിങ്ങൾക്കൊരു മടുപ്പുണ്ട്. എന്താണ്? നിങ്ങൾക്കറിയാം 2 ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ട്, 20 മാർക്കിന് 2 ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭൗതിക സാഹചര്യം നിങ്ങൾക്കെതിരാണ്. അപ്പം അതുകൊണ്ടാണ് ഈ മടുപ്പ് വരുന്നത്. എന്താണ്? നമ്മൾ ചെയ്യാനുള്ള ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രത്യേകിച്ച് പ്രയോജനം? അതാണ് മടുപ്പ് വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ക്രിസ്ത്യൻ പ്രേയറിൽ മടുപ്പ് വരേണ്ട കാര്യമില്ല. ഭൗതിക സാഹചര്യങ്ങളില്ലെങ്കിലും മടുപ്പ് വരേണ്ട കാര്യമില്ല. അത് ശിമയോൻ, അത് ഈ ഉടമ്പടിയുടെ ഗ്രേറ്റ്നെസ് അതല്ലേ. അതുകൊണ്ട് ശിമയോൻ പറഞ്ഞത് എന്താണ്? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പം മടുപ്പാണ്. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ ഭൗതിക സാഹചര്യത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന് ഭൗതികമായിട്ടുള്ള കറക്റ്റ് വിഷയങ്ങൾ, രണ്ടാമത്തത് എന്താണ്? കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ, കർത്താവിൻ്റെ വചനങ്ങൾ. അതാണ് പത്തോസ് പറയണത്. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് കടലിൽ മീനില്ല, കിട്ടാൻ സാധ്യതയില്ല, മടുപ്പാണ്. പക്ഷെ മടുപ്പാണെങ്കിലും ഒരു ക്രിസ്ത്യനെ സംബന്ധിച്ചിടത്തോളം
അവൻ്റെ ആത്മവിശ്വാസം ഭൗതിക സാഹചര്യത്തിലല്ല, കർത്താവിൻ്റെ വചനങ്ങളിലാണ്. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ഇത്രയും കത്താൻ കാര്യത്താൽ ഉടമ്പടി നമ്മൾ എന്താ ചെയ്യണത്? നമ്മുടെ കയ്യിൽ അതിൻ്റെ പ്രഖ്യാപിത പ്രിൻസിപ്പിൾ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് എപ്പോഴും മറന്നു പോരുന്നത്. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ടത്. അതാണ്. അപ്പം കൃപയെന്നുള്ള സംഭവം അവിടെ നിൽക്കുന്നുണ്ട്. കൃപയെന്നും പറഞ്ഞ സംഭവം. അപ്പോൾ ഞങ്ങളെ ഉടമ്പടിയിൽ നിങ്ങളെ ട്യൂട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഒരു അഡ്രസ്സ് ചെയ്യത്തില്ല. നിങ്ങളെന്ന് വെച്ചാൽ അമിതമായിട്ട് ആ ഭൗതിക സാഹചര്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. ഒരാളിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, 74 എന്നൊരു നമ്പർ മാതാവ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അയാളോട് സാക്ഷ്യം പറഞ്ഞത്. അങ്ങനെ അയാളുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാനതൊക്കെ ഓർക്കണത്. അപ്പോഴേ ഇന്നിപ്പോൾ 8-ാം തീയതിയല്ലേ, ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ 8-ാം തീയതിയാണ്. അപ്പോൾ ഇന്നലെ അയാൾ കയറിപ്പോയി. ഇന്നലെ ഏതാണപ്പാ? മാതാവ് പറഞ്ഞ 7/4 ഏപ്രിൽ മാസം 4-ാം മാസം 7-ാം തീയതി. ഇന്നലെ അയാൾ കയറിപ്പോയി. അപ്പം അമ്മ പറഞ്ഞ 74 എന്ന് പറഞ്ഞാൽ അതാണത്. അപ്പം അതിന് അയാൾ പറഞ്ഞ വേറെ കാര്യമുണ്ട്. അയാളുടെ വീടോ സ്ഥലം എടുക്കുന്നതിന് അയാൾക്ക് ഒരു മാർഗ്ഗവും ഇല്ല. ശരിക്കും ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ല. അയാൾക്ക് പരിചയമില്ലാത്ത ഒരാൾ 5 ലക്ഷം രൂപ കൊടുത്തയാൾക്ക്. ആ സാക്ഷി. അപ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ നമ്മൾ ചിലർ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. ദൈവ അവിശ്വാസികളുടെ ഒരു രീതി അതാണ്. അവർ വിശ്വസിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളിലാണ്. ഇപ്പം നമ്മൾ ജ്ഞാനസ്ഥാനപ്പെടുത്തുമ്പോഴേ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഇടന്ന് ജോൺ പോൾ മാർപ്പാപ്പയുടെ ഒരു കൊട്ടേഷൻ കണ്ടായിരുന്നു. നിങ്ങൾ സഭയോട് എന്താവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ജ്ഞാനസ്ഥാന സമയത്ത് പറയും, ഞാൻ സഭയോട് ജ്ഞാനസ്ഥാനം ആവശ്യപ്പെടുന്നു. അപ്പം ജോൺ പോൾ മാർപ്പാപ്പ പറയവേ, ജ്ഞാനസ്ഥാനമല്ല ആവശ്യപ്പെടണത്, സഭയോട് എന്നെ വിശുദ്ധനാക്കാൻ ആവശ്യപ്പെടുകയാണെന്ന്. ഞാൻ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിപ്പോയി. ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ നീ സഭയോട് ആവശ്യപ്പെടുന്നത് എന്താണ്? വിശുദ്ധയാക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു മാർഗമാണ് ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ ജ്ഞാനസ്ഥാനത്തിൽ നമ്മളോട് നമ്മൾ വൈദികൻ ചോദിക്കണത് എന്താണ്? അപ്പം അതിൻ്റെ അകത്ത് വരുന്നത്, മുതിർന്നവരുടെ ജ്ഞാനസ്ഥാനത്തെ വൈദികൻ ചോദിക്കുന്നത് സഭയോട് നിങ്ങൾ എന്താവശ്യപ്പെടുന്നു? അപ്പം അവരോട് പറയാം, സഭയോട് വിശ്വാസം ആവശ്യപ്പെടുന്നു എന്നാണ് പറയേണ്ട ഉത്തരം. അപ്പം വിശ്വാസം എന്ന് പറയുമ്പോൾ സഭയുടെ വിശ്വാസം പത്രോസിൻ്റെ വിശ്വാസമാണ്. എന്താണ്? പത്രോസ് കട്ടൻ ചായക്ക് കാരണമില്ലാഞ്ഞ കാലത്ത് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കയറി പോകുമ്പോൾ ഒരു മുടന്തൻ കൈ നീട്ടുമ്പോൾ പറയണൊരു വിശ്വാസമാണ്. വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് കൈ നീട്ടും. അപ്പോൾ പത്രോസ് പറയും, പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണത്. എനിക്കുള്ളത് ഞാൻ തരുന്നു, നിനക്ക് തരുന്നു. നസ്രായന യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പറയും. അപ്പം സഭയുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണത്? അത് പൊന്നും വെള്ളിയും ഭൗതിക സാഹചര്യങ്ങളാൽ അലങ്കൃതമല്ല. അത് വിശ്വാസത്തിൻ്റെ അലങ്കാരങ്ങളെന്ന് പറയും. അത് നമുക്ക് വേറൊരു ദിവസം കാണാം. ഇപ്പം നിങ്ങൾ എന്താ ചെയ്യണത്? വിശ്വാസം, അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒത്തു വന്നില്ലെങ്കിലും കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം, വാഗ്ദാനത്തിൽ വിശ്വസിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. കർത്താവ് നിങ്ങളെ സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അഞ്ജു, ഞാൻ അമ്പൂരിൽ നിന്ന് വരുന്നു. എനിക്ക് ഈ കൃപാസന മാതാവിൻ്റെ ഈ പള്ളിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ആ സഹോദരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഞങ്ങൾക്ക് നഴ്സിങ്ങിൻ്റെ ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് ആദ്യം ഞങ്ങൾ എഴുതിയ എല്ലാ പരീക്ഷയും ക്യാൻസൽ ചെയ്യുകയും ഞങ്ങൾക്ക് വീണ്ടും എക്സാം എഴുതേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് ഭയങ്കരമായിട്ടും ടെൻഷൻ അടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇനി വരാൻ പോകുന്ന എക്സാം ഭയങ്കര ഡിഫിക്കൾട്ടാന്നുള്ള ഒരു മെസ്സേജ് പോലും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ സഹോദരി രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ശനിയാഴ്ചകളിൽ വചന ശുശ്രൂഷയിൽ പങ്കുകൊള്ളുകയും
ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും ആ സഹോദരരുടെ കൂടെ ശനിയാഴ്ചകളിൽ വചന ശുശ്രൂഷയിലൊക്കെ പങ്കുകൊണ്ടു, ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ സമയത്ത് ബാംഗ്ലൂർ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള അവസരമില്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഈ എക്സാം പാസ്സാക്കി തരണേ, ഇത് ഞങ്ങളുടെ അവസാന വർഷത്തെ എക്സാമാണ്, വീണ്ടും എക്സാം എഴുതുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കണം, അത് കൂടുതലായിട്ട് വീണ്ടും പഠിക്കേണ്ടതായിട്ട് വന്ന്, അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് വീണ്ടും എക്സാം എഴുതി. ഞാൻ എക്സാം എഴുതി വീട്ടിൽ അവധിക്ക് വന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ റിസൾട്ട് വരികയാണ്. അത്രയും ടീച്ചേഴ്സ് വരെ അത് ഡിഫിക്കൽട്ടാന്ന് പറഞ്ഞ പരീക്ഷയാണ്. എനിക്കത് ഫസ്റ്റ് ക്ലാസ്സോട് തന്നെ ആ എക്സാം പാസ്സാകാൻ സാധിച്ചു. എനിക്കറിയത്തില്ല ഞാനാണോ എക്സാം എഴുതിയതെന്ന്. കാരണം എനിക്ക് ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് എഴുതുകയോ ആരോ എനിക്ക് വേണ്ടി എഴുതി തരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം, രണ്ടാമത്തെ ഉടമ്പടി എടുക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളായിരുന്നു നഴ്സിംഗ് കഴിഞ്ഞിട്ട്. അപ്പോൾ കുറേ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പം അവർക്ക് 1 കൂടുതൽ 2 വർഷമൊക്കെയാണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. അങ്ങനെ ഞാൻ വളരെ വിഷമത്തിരിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ വീണ്ടും എന്നെ പരീക്ഷിക്കുകയാണോ, എനിക്കൊരു ജോലി ഇല്ലാതെ എന്നെ വീണ്ടും പരീക്ഷിക്കുകയാണോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അങ്ങനെ ഇരിക്കെ എനിക്കൊരു ഇൻ്റർവ്യൂ ഷാർജയിൽ നിന്ന് അറ്റൻഡ് ചെയ്യാനൊരു അവസരം കിട്ടി. ആ സമയത്താണെങ്കിൽ എനിക്ക് വളരെയധികം ടെൻഷനായിരുന്നു. ഫസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് തന്നെ ആണെങ്കിൽ ഒന്നാമതായിട്ട് അവിടെയുള്ള ആൾക്കാരാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അവരുമായിട്ട് എങ്ങനെ ലാംഗ്വേജ് അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ആ സമയത്ത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത്. ഞാനപ്പം എൻ്റെ ടേബിളിൽ ഫോണിൻ്റെ കൂടെ തന്നെ മാതാവിൻ്റെ ഒരു രൂപവും ഉടമ്പടി കാശുരൂപവും പിന്നെ തൈലവും എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അവർ പറഞ്ഞു ഇനി ഫൈനൽ ഇൻ്റർവ്യൂ ഉണ്ട്, ഫൈനൽ ഇൻ്റർവ്യൂവിലേക്ക് സെലക്ഷൻ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, ഫൈനൽ ഇൻ്റർവ്യൂ 2 ദിവസം കഴിഞ്ഞ് ഉണ്ടെന്ന് മെസ്സേജ് വന്നു. ആ സമയത്താണെങ്കിൽ ഫൈനൽ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ വളരെയധികം ടെൻഷൻ അടിക്കുന്ന കാര്യമാണ്. അപ്പം അതിലും ഭയങ്കര അവരുടെ ആൾക്കാരാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിലും ഇത് നടക്കുന്നത് ഒരു 3 മണി സമയം, ഇവിടുത്തെ 3 മണി സമയത്താണ് എനിക്ക് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, പിന്നെ ആണെങ്കിൽ മാതാവിൻ്റെ രൂപം ഇതുപോലെ തന്നെ ടേബിളിൽ എടുത്ത് വയ്ക്കുകയും ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിക്കുകയും തൈലം എടുത്ത് എൻ്റെ നെറ്റിയിലൊക്കെ കുരിശ് വരച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞ് അവർ പെട്ടെന്ന് ശരി എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇതിൽ സെലക്ഷൻ ആയില്ലേ എന്ന് വിചാരിച്ച്, ദൈവമേ മാതാവ് വീണ്ടും എന്നെ നീ പരീക്ഷിക്കുകയാണോ എന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവ് ഇതെങ്കിലും നീ തന്ന അവസരമാണ്, എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് എന്നെ അവിടുന്ന് വിളിക്കുകയാണ്, നിങ്ങൾ സെലക്ഷൻ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഓഫർ ലെറ്റർ 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഓഫർ ലെറ്റർ കിട്ടും. ഇന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു, എൻ്റെ വിസ വന്നു, 15-ാം തീയതി എനിക്ക് വിദേശത്തേക്ക് പോകാൻ സാധിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ എൻ്റെ സഹോദരിക്കാണെങ്കിലും ഇതുപോലെ വിസ റിജക്ഷൻ ഉണ്ടായതായിരുന്നു. ആ സമയത്ത് ഞാൻ അവളുടെ പാസ്പോർട്ടൊക്കെ മാതാവിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി അവളിപ്പോൾ വിദേശത്താണ്, അവൾക്കും അങ്ങനെ പോകാൻ സാധിച്ചു. അങ്ങനെ 1000 നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാനാണെങ്കിൽ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി ഓരോ വീടുകളിലും കൊണ്ടുപോയി ഞാനിങ്ങനെ കൊടുക്കുകയായിരുന്നു. എല്ലാ വീടുകളിലും ഒരു വീട് പോലും മുടങ്ങാതെ എല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. എന്നെ കൊണ്ട് അറിയാവുന്ന ഇടങ്ങളിലെല്ലാം ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ അവരോട് പറയുകയും ചെയ്യുമായിരുന്നു. സങ്കീർത്തനം 13:6 ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. അഞ്ജു വർഗീസ് അമ്പോരി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് താൻ കടന്നുപോയ സാക്ഷി അനുഭവം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. വളരെ വ്യക്തമായിട്ട് താൻ കടന്നുപോയ കടമ്പകളെ നമുക്ക് മുമ്പിൽ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എപ്രകാരം തൻ്റെ ജീവിതത്തിലുണ്ടായെന്നും അത് 1 വർഷത്തിനിടയിൽ നിരവധിയായ അവസരങ്ങൾ വന്നിട്ടും അത് നഷ്ടപ്പെടുമ്പോഴും പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴും പരിശുദ്ധ അമ്മ നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഈ മകള് നേർച്ച വസ്തുക്കളുടെയും ഉടമ്പടി വസ്തുക്കളുടെയൊക്കെ ചേർന്നുകൊണ്ട് നിരവധിയായ പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുകയും ഉചിതമായ ഒരു ജോലി നൽകി മാതാവ്
ഈ മകളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നിരവധിയായ ഓരോ വീടുകളൊക്കെ കയറിറങ്ങിക്കൊണ്ട് മാതാവിന് സാക്ഷിയായിട്ട്, പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് എൻ്റെ ജീവിതത്തെ മാറ്റണമെന്ന ബോധ്യത്തോടു കൂടി എല്ലാവരുടെയും ഇടയിൽ കൃപാസന പത്രങ്ങൾ കൊടുക്കുകയും മാതാവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുകയും ചെയ്തു. ഇനിയും ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെയും ഇനി മാറ്റുവാനും, ഒപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിന് അനുഭവങ്ങൾ നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനുഭവം നമുക്ക് പരിശുദ്ധ മാതാവിന് നന്ദികൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം ഉണ്ടാകട്ടെയും ചെയ്യുന്ന നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇവിടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ വിശുദ്ധ അൽത്താരെ നിർത്തിയതിന് എനിക്കും അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനോടി നന്ദി. എൻ്റെ പേര് ജിജി, ഇതെൻ്റെ ഭാര്യ ശാലിനി. ഞങ്ങൾ കോട്ടയത്തു നിന്ന് വരുന്നു. ഞങ്ങൾ യാക്കോബ സഭ വിശ്വാസത്തിലുള്ളതാണ്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2023 ഏപ്രിൽ മാസം 10-ാം തീയതിയാണ്. അപ്പം ഇവിടെ വന്ന് ഉടമ്പടി ഇവിടെ ജസ്റ്റ് വന്ന് ഇവിടെ പത്രത്തിലൂടെയാണ് ഈ കൃപാസന യൂട്യൂബിലൂടെയും ഞങ്ങൾ ഈ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. ശരി, ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അതിന് ഫലമായി ഉടമ്പടി ജീവിക്കുകയും എല്ലാ മാസവും ഇവിടെ വരികയും പത്രം വാങ്ങുകയും ഉടമ്പടി നല്ല രീതിയിൽ ജീവിച്ചു പോന്നു. വൈഫിന് ക്യാൻസർ ഒന്ന് ഭേദമായതാണ്. അത് ഫലമായിട്ട് ഞങ്ങൾ ഈ മാർച്ച് മാസം ഒരു ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മാമോഗ്രാഫും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തായിരുന്നു. അതിൻ്റെ റിപ്പോർട്ടിൽ ഓവറിയിലും ചെസ്റ്റിനും ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് നിങ്ങൾ ഇനിയിപ്പം പെറ്റ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് വീണ്ടും പെറ്റ് സ്കാൻ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ച് പറഞ്ഞു ഇതിൽ യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു തൈറോയിഡിന് കാണിക്കണമെന്ന് പറഞ്ഞു. തൈറോയിഡിന് ചെറിയ ഒരു ഞൊടിയുള്ളിൽ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് നോക്കിയേക്കാൻ പറഞ്ഞു. വീണ്ടും തൈറോയിഡിന് FNAC ചെയ്തു. FNAC സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്തപ്പോൾ അതിന് തൈറോയിഡ് പോസിറ്റീവാണെന്ന് അറിഞ്ഞു. അപ്പം ഡോക്ടറെ കാണിച്ചാൽ പറഞ്ഞു തൈറോയിഡ് പോസിറ്റീവാണ്, അത് ജീവിതകാലം മുഴുവൻ ഇനി മരുന്നും കഴിക്കണം, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യപ്പാടെ തകർന്നു പോയി. അപ്പം ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഇവിടെ വന്ന് മാതാവിൻ്റെ ഉടമ്പടിയിലുള്ളതായതുകൊണ്ട് നമ്മളൊന്നും പേടിക്കണ്ട, ആ ഒരു വിശ്വാസം കൂടി. അപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ നിങ്ങളിനിയും ഡേറ്റ് നോക്കി ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് ഒരു ഡേറ്റ് ഇവിടെ വന്ന് വീണ്ടും എടുത്തിട്ട് ഓപ്പറേഷൻ വരത്തക്ക രീതിയിൽ വന്നോളാൻ പറഞ്ഞു. ഞങ്ങളപ്പോൾ വീണ്ടും ഇവിടെ വന്നു. ഉടമ്പടി വൈഫും ഉടമ്പടിയിലാണ്. അപ്പം വീണ്ടും അച്ഛനെ കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും FNAC പ്രാർത്ഥിച്ചിട്ട് വീണ്ടും മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി FNAC ടെസ്റ്റ് ചെയ്തു. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ നേർച്ച വസ്തുക്കളും ഉടമ്പടി തൈലും എല്ലാം തൂത്ത് പ്രാർത്ഥിച്ചു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ കത്തി വെക്കാൻ സമ്മതിക്കരുതേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ FNAC ചെയ്തു. അപ്പം അതിനകത്ത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി FNAC ചെയ്തു. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാം വേറൊരു ഹോസ്പിറ്റലിൽ. ഈ റിസൾട്ടുമായിട്ട് വേറൊരു തൈറോയിഡിൻ്റെ സ്പെഷ്യൽ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അപ്പം അവിടെ അവിടെ ഹോസ്പിറ്റലിനെ നോക്കിയപ്പം ഇവിടുത്തെ മാതാവിൻ്റെ ഒരു ഫോട്ടോസ് അവിടെ ഇരിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ ആ ഒരു പകുതി ഭയവും ആകുലതയും മാറി. അതിന് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇതിനകത്ത് ഒരു കുഴപ്പവുമില്ല, ഓപ്പറേഷനും വേണ്ട, മരുന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞു. ആദ്യം ഡോക്ടർ പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇവൾ ഓപ്പറേഷൻ കഴിഞ്ഞാലും മരുന്ന് കഴിക്കണം, ജീവിതത്തിൽ മരുന്ന് മുടക്കം കൂടാതെ കഴിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. തൈറോയിഡിൻ്റെ രോഗമുള്ളവർക്കറിയാം, വെളുപ്പിന് 5 മണിക്ക് ഒരു മരുന്നുണ്ട്, ഉറക്കളിപ്പ് പാടില്ല, ഭയങ്കര ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ഒരു അസുഖമാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ഡോക്ടർ പറഞ്ഞതിൻ്റെ ഫലമായിട്ട്
എന്നും പറഞ്ഞു ഒരു മരുന്നും കഴിക്കണ്ട, അതായത് ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു. അത് ഞങ്ങൾ സാക്ഷ്യം അവിടെ വെച്ച് തന്നെ ഞങ്ങൾ പറഞ്ഞു, ഇത് അൾത്താരെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു നേർന്നു. അതിൻ്റെ ഫലമായിട്ട് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പിന്നെ അതുകൂടാതെ ഈ ഉടമ്പടിയിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അച്ഛനൊരു വലുവിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. വലുവ് രോഗവുമായിട്ട് ഇവിടെ അലർജി രോഗം മാറി. അതിന് വലുവിൻ്റെ ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഈ തൈലം തൂത്തുപരമായിട്ട് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അമ്മയ്ക്ക് അലർജിയുടെ രോഗം ഉണ്ടായിരുന്നു, അത് മാറിയായിരുന്നു. മലാത്തായതുകൊണ്ട് കുണ്ടരാത്തെ അത് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അതുപോലെ വൈഫിൻ്റെ കൊടുക്കാം. തീരുമാനത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ശാലിനി എന്നാണ്. ഞാനിവിടെ വന്ന് 2025 ഉടമ്പടി എടുത്തായിരുന്നു. എനിക്ക് ക്യാൻസർ വന്ന് പൂർണ്ണ സൗഖ്യം ലഭിച്ചതാണ്. അപ്പോൾ എൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. FNAC ചെയ്തപ്പോഴത്തേനും ആദ്യം പോസിറ്റീവ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിലാണല്ലോ അമ്മയെ, ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചെന്നോർത്ത് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ വേറെ പോയി ഒരു ടെസ്റ്റൊക്കെ നടത്തി. അവിടെ ചെന്നപ്പോഴത്തേനും ഡോക്ടറിനെ കാണിച്ചപ്പം ഇതിൻ്റെ അകത്ത് യാതൊരു കുഴപ്പമില്ല, ഒരു മരുന്നും കഴിക്കണ്ട, ഫോളോ അപ്പ് ആയിട്ട് ഇടയ്ക്ക് ചെക്കപ്പ് ചെയ്താൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അതിനെല്ലാം ഉത്തരം തന്നതിന് നന്ദി. ഒത്തിരിയേറെ രോഗസൗഖ്യം എനിക്ക് തന്നു. ഒത്തിരിയേറെ കാലുവേദനയായിട്ടും തലവേദനയായിട്ടും പല്ലുവേദനയായിട്ടും ഒത്തിരി രോഗസൗഖ്യം ഉടമ്പടി തൈലത്തിലൂടെയും വിശുദ്ധ ഉപ്പിൻ്റെ എല്ലാം പ്രതിഫലമായിട്ട് തൈലമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് തൊണ്ടയിലെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു, ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അതെല്ലാം സൗഖ്യം ലഭിച്ചു. പിന്നെ എൻ്റെ മക്കളെല്ലാം നല്ല രീതിയിൽ പഠിക്കുവാനും ഒക്കെ തുടങ്ങി. ഒരു 10ാം ക്ലാസ്സിലും +2 ഒക്കെ നല്ല മാർക്കോടുകൂടി പാസ്സായി നേഴ്സിംഗ് പഠിക്കാൻ പോയിരിക്കുന്നു. അമ്മച്ചിക്ക് പ്രായമായ അമ്മച്ചിക്ക് അലർജി രോഗം ഉണ്ടായിരുന്നു. എത്ര മരുന്ന് കഴിച്ചാലും അത് മാറത്തില്ലായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ ഉടമ്പടി തൈലം തൂത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഉപ്പിട്ട് വെള്ളത്തിൽ കൊടുക്കുകയും തേൻ കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അതിനെല്ലാം പൂർണ്ണ സൗഖ്യം ലഭിച്ചു. എൻ്റെ ഹസ്ബൻഡിന് കണ്ണിനൊരു ഇല വന്ന് കൊണ്ടിട്ട് അതിന് ഭയങ്കരമായ ഇൻഫെക്ഷനായിപ്പോയി. അത് കണ്ണിസോക്കേടാണെന്നും പറഞ്ഞിരുന്ന് മരുന്നൊക്കെ ഒഴിച്ചിട്ട് അത് 3-4 ദിവസം കഴിഞ്ഞ് ഇൻഫെക്ഷനായി. ഞങ്ങൾ ഒരു ക്ലിനിക്കിൽ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിക്കുക എന്ന് പറഞ്ഞു. അത് ഇൻഫെക്ഷൻ വന്ന് പോയി ഞങ്ങൾ പെട്ടെന്ന് അത് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചു. അതിൻ്റെ ഫലമായിട്ട് 3-4 ദിവസം മരുന്നൊഴിച്ച് കെട്ടിവെച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണ സൗഖ്യം ആ കണ്ണിന് ലഭിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് 7 കെട്ട് പത്രം മേടിക്കുകയും അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും എല്ലാം കൊണ്ട് കൊടുക്കുകയും മെഡിക്കൽ കോളേജിൽ കൊണ്ട് കൊടുക്കുകയും ഞങ്ങളെല്ലാവരോടും ഞങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞാണ് എനിക്ക് ക്യാൻസർ വന്നതും സൗഖ്യം കിട്ടിയത്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നതെല്ലാം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ചിലർ മടിക്കാറുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ കൊടുത്തപ്പം വേസ്റ്റ് പാത്രത്തിൽ ഒരാളിട്ട് ഞാനത് മാറിയെന്ന് കണ്ടിട്ട് ഞാനത് എടുത്തിട്ട് ഞാൻ തിരിച്ചു ചെന്ന് പുള്ളിയോട് ഞാൻ പറഞ്ഞു, നിങ്ങളിത് വേണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടെന്ന് പറയണം, ഇത് നിങ്ങൾ കളയല്, ഇത് അമ്മയുടെ പ്രത്യേക അനുഗ്രഹമുള്ള ഒരു പത്രമാണ്, ഇത് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉടമ്പടി തൈലമൊക്കെ മേലാത്ത രോഗികൾക്ക് വേണ്ടി കുരിശിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരും പൊതിച്ചോറ് ഒക്കെ മേടിച്ച് കൊടുക്കും. ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇടയ്ക്ക് ആകാം പൊതിച്ചോറ് കെട്ടി കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മുന്നിൽ വരുന്ന ചോദിക്കുന്നവർക്കെല്ലാം സഹായം കൊടുക്കുകയും പിന്നെ ഞങ്ങളൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, അവിടെ ഞങ്ങളിങ്ങനെ പൈസയൊക്കെ കൊണ്ട് കൊടുക്കാറും ഒക്കെയുണ്ട്. ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് ഒരിക്കൽക്കു കൂടി ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. ആത്മീയ ജീവിതം ഞങ്ങൾ പ്രാർത്ഥിക്കും, എന്നും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റുള്ള ഒരു പ്രാർത്ഥന ഞങ്ങൾക്കില്ലായിരുന്നു. എഴുന്നേൽക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുമെന്നേ ഉള്ളായിരുന്നു. ഇപ്പം ഞങ്ങൾ ഉടമ്പടിയിലായതുകൊണ്ട് ഞങ്ങൾ എവിടെ പോയിട്ട് വന്ന് താമസിച്ച് കിടന്നാലും ഞങ്ങൾ ആ കറക്റ്റ് സമയത്ത് അലാറം വെച്ച് 5 മണിയാകുമ്പോൾ ഞങ്ങൾ എഴുന്നേൽക്കും. 5:30 ആകുമ്പോഴത്തേനും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കെടുക്കും. അതുപോലെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനിങ്ങനെ 7 ദിവസത്തിനകം നിങ്ങളുടെ കാര്യത്തിനൊരു ഉത്തരം കിട്ടുമെന്ന് അച്ഛനിങ്ങനെ 7 പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ FNACയുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ അന്നേരം അത് ഉറച്ച് വിശ്വസിച്ച് എനിക്ക് 7 ദിവസത്തിനകം എൻ്റെ അമ്മ എനിക്ക് ഉത്തരം നൽകുമെന്നുള്ളത്. അപ്പോൾ 7ാം ദിവസമാണ് എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയത്. അപ്പോൾ അതെല്ലാം നെഗറ്റീവായിട്ട് വന്നു.
പിന്നെ ഞാനിവിടെ വന്ന് എനിക്ക് കാല് ഒന്ന് വീണായിരുന്നു. അപ്പോൾ എൻ്റെ കാല് ഒരു 3 ആഴ്ചയോളം അത് കെട്ടിവെച്ചു, ചെറിയൊരു പൊട്ടൽ പോലെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ കാലിന് എനിക്ക് ജോലിയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വീട്ടിൽ ആരും ചെയ്യാനൊന്നുമില്ല. അപ്പം ഞാനത് കാല് വെച്ചുകൊണ്ട് ഞാൻ ജോലിയൊക്കെ ചെയ്യുകയും നടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അന്നേരം മാതാവിൻ്റെ ഉടമ്പടി തൈലമൊക്കെ തൂത്ത് പ്രാർത്ഥിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് അതെല്ലാം അഴിച്ചു കഴിഞ്ഞപ്പോഴും കാലിനൊരു ചെറിയ വേദന പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ അൽത്താരയുടെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കാലിന് മസിൽ കയറുന്ന പോലെ വന്ന് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കെ അവിടെ ചെന്ന് ഇരുന്നിട്ട് ഞാൻ ആ വിളക്കിൽ നിന്ന് എണ്ണയെടുത്ത് ഞാൻ അവിടെ കുരിശിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ അവിടെ ഇങ്ങനെ ആ പത്തിയുടെ അവിടെയായിട്ട് ഇങ്ങനെ ഒരു സൂചിക്ക് കുഴിച്ചെടുത്തതുപോലെ ഒരു കുഴി ഇങ്ങനെ വന്ന് ഞാനപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഇത് കാണിച്ച് ആ കുഴിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ കാലിൻ്റെ വേദന അമ്മ എടുത്തു മാറ്റി. അപ്പം ഞാനൊരു സാക്ഷ്യത്തിൽ ഇങ്ങനെ കേട്ട് ഇങ്ങനെ മേലാത്ത ഒരാൾക്ക് ഇങ്ങനെ കീഹോൾ സർജറി ചെയ്തതുപോലെ അവർക്ക് അമ്മ അത് എടുത്തു മാറ്റിയെന്ന് പറഞ്ഞതുപോലെയായിരുന്നു എൻ്റേത്. കാലിൻ്റെ ഞരമ്പിൻ്റെ അവിടെ സൂചിക്ക് കുത്തിയതുപോലെ ഒരു പാട് പോലെ ഇങ്ങനെ കിഴിഞ്ഞു കിടന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആ കാലിന് വേദന ഉണ്ടായിട്ടേ ഇല്ല. ഇതെല്ലാം ചെയ്തു തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴത്തേന് ഞങ്ങളുടെ തിരിയിൽ മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടായിരുന്നു. സൈഡിലായിട്ട് നീലത്തിരി 2 പ്രാവശ്യവും പച്ചത്തിരിയിൽ 1 പ്രാവശ്യവുമായിട്ട് വന്നായിരുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന പേടകം അങ്ങനെ ഇതുപോലെ ഒരു തിരിയിൽ ഇങ്ങനെ രൂപപ്പെട്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇരുന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പേടകത്തെ ഞാനിപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് ഞാനത് മനസ്സിലായത്. എൻ്റെ തിരിയിൽ ആ പേടകം ഇങ്ങനെ വന്നായിരുന്നു, മുന്നിലിങ്ങനെ വന്നായിരുന്നു. അത് ഞാൻ കണ്ടായിരുന്നു. എല്ലാം ഇത്രത്തോളം ചെയ്തു തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ കിണറ്റിൽ ഉണക്കമായപ്പം വെള്ളം പറ്റിപ്പോയായിരുന്നു, മോട്ടറടിച്ചിട്ട് വെള്ളം കയറിയില്ലായിരുന്നു. അപ്പം ഞാൻ അന്ന് തന്നെ വെള്ളം ഇറക്കാതെ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് ചെറിയൊരു കാശ് രൂപം കൊണ്ടു കിണറ്റിലിട്ട് ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മ വെള്ളം പൈസ കൊടുത്ത് മേടിക്കാനിടയാക്കാതെ ഞങ്ങൾക്ക് വേണ്ടുന്ന വെള്ളം അമ്മ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ മോട്ടർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ടാങ്ക് നിറഞ്ഞ് വെള്ളം കിട്ടി. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് വെള്ളമുണ്ട്, വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാത്തിനും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് മെഡിക്കൽ കോളേജിലൊക്കെ പോയി മൊബൈലിൽ ഞാൻ ഇവിടുത്തെ എല്ലാ സാക്ഷ്യങ്ങളും റെക്കോർഡ് വെച്ചിട്ട് ഓരോരുത്തരെയും കാണിക്കും. അറിയാൻ മേലാത്തൊരു ഒത്തിരി പേരുണ്ട്. അവരൊക്കെ ഈ മൊബൈൽ റെക്കോർഡ് കാണിച്ച് അവരെ ഇതുപോലെ ഈ പള്ളിയെക്കുറിച്ച് അറിയാൻ മേലാത്തവരെ ഇത് കാണിച്ച് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയാണ് പത്രം കൊടുക്കുന്നത്. പറഞ്ഞ് മനസ്സിലാക്കിയാണ് കൊടുക്കുന്നത്. അതുപോലെ എൻ്റെ ഭാര്യയും ഉടമ്പടി എടുത്തതാണ്. ചങ്ങനാശ്ശേരി ജനറൽ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ കോട്ടയത്തോട്ടും പോവും. ആഴ്ച ഇവിടെ എല്ലാ മാസവും വന്ന് 10 കെട്ട് പത്രമായിട്ട് പോയി വിതരണം ചെയ്യും. പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും അവിടെ അനാഥരായിട്ടുള്ള വാർഡുകളിലെല്ലാം പോയി അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം കൊടുക്കുകയും പ്രേക്ഷിത പ്രവർത്തനമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒത്തിരി പേര് അറിയാൻ മേലാത്ത യങ്സ്റ്റേഴ്സായിട്ടുള്ള പിള്ളേർ സെറ്റൊക്കെ ഇന്ന് മൊബൈൽ വീഡിയോ കാണുമ്പം ഞാൻ അവരുടെ കൂടെ അടുത്ത് ഇരുന്നിട്ട് പരിചയപ്പെട്ടിട്ട് മോനെ ഈ ഒരു സാക്ഷ്യങ്ങളെല്ലാം കാണിക്കും. ഇത് ഭയങ്കര അത്ഭുതം. ഇവിടെ ഈ പള്ളിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ എൻ്റെ മോനാണെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നല്ല മാർക്കോടി പാസ്സായതാണ്. മോൻ വരാത്തതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പോൾ ആ കാര്യമൊക്കെ എല്ലാം പഠിക്കുന്ന യങ്സ്റ്റേഴ്സായിട്ടുള്ള പിള്ളേർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഞാൻ പത്രം പിള്ളേർക്ക് ഷെയർ ചെയ്യും. പിന്നെ മൊബൈൽ വഴിയുള്ള ഇവിടുത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ഇവിടുത്തെ പ്രാർത്ഥനയും എല്ലാം ചൊവ്വാഴ്ച ധ്യാനവും ഞാൻ യൂട്യൂബ് വഴി, വാട്സാപ്പ് വഴി, ഫേസ്ബുക്ക് വഴി ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒത്തിരി ഈ പത്രം കൊടുക്കുമ്പോൾ ഒത്തിരി അവഹേളിക്കപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി എന്തിനാണ് താനിങ്ങനെ ഈ ബാഗുമൊക്കെ ആയിട്ട് ഈ പത്രമൊക്കെ ആയിട്ട് നടക്കുന്ന ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞത് ഇതുപോലെ അവഹേളന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് കിട്ടുന്നതെന്ന് പറയും. അപ്പം ഞാൻ പറയും അങ്ങനെ പറയാൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടങ്ങ് മാറിപ്പോവും. എല്ലാം തന്ന ദൈവത്തിന് നന്ദിയും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുവാനും കോടാനോടി നന്ദി അർപ്പിച്ചുകൊണ്ട് സാക്ഷ്യത്തെ ഒരുമിക്കുന്നു. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി. സമാധാനത്തോടെ പോവുക.
നിന്റെ വ്യാധിയിൽ നിന്ന് മോചിതയായിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വചനമാണ്. ഈശോയുടെ മകനെ മകളെ എന്നുള്ളൊരു വിളി. ആ വിളിയാണ് നമ്മുടെ വിശ്വാസം കൊണ്ടാണ് മകനെ മകളെ എന്ന ഒരു വിളി നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുമ്പോൾ, വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഈശോയുടെയും അമ്മയുടെയും കരം പിടിച്ച് നാം ജീവിതം നയിക്കുമ്പോൾ ഈശോയുടെ ആ വിളി നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമാണ്. നാം വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ രോഗങ്ങളും വിഷമതകളും ഭയങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ദൈവത്തിൻ്റെ ദിവ്യ സ്പർശനത്താലാണ് നമുക്ക് സുഖപ്പെടുത്തുന്നത്. സൗഖ്യം നൽകിയത് ഈശോയാണ്. പക്ഷെ അതിൻ്റെ വാതിൽ തുറന്നത് നമ്മുടെ വിശ്വാസമാണ്. ആ വാതിലിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചത് നമുക്ക് ഉടമ്പടിയിൽ കൂടിയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളുമെല്ലാം രക്തസ്രാവ സ്ത്രീയെപ്പോലെ അവൻ്റെ വസ്ത്രത്തെ തൊട്ടാലും ഞാൻ സുഖപ്പെടുമെന്ന് വിശ്വസിച്ച പോലെ നമ്മുടെ ജീവിതത്തിലും ആ ദിവ്യ സ്പർശനം നമുക്കും ആ വസ്ത്രത്തിൽ ഒന്ന് തൊടുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന ഒരു വിശ്വാസമാണ് നമ്മെയും സുഖപ്പെടുത്തുന്നത്. ആ സുഖപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അരികിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. ഈശോയും അമ്മയും ചേർന്ന് നിൽക്കുന്ന ഈ സന്നിധി, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയം ഓരോ കണ്ണീരും തുടച്ചു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ആലയത്തിൽ വരുന്ന ഓരോരുത്തർക്കും ഈശോയുടെയും അമ്മയുടെയും ആ ദിവ്യ സ്പർശനവും കരസ്പർശനവുമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ജിജി ശാലിനിയുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ കൂടെ നടക്കുന്ന ആ ദൈവ സാന്നിധ്യമാണ് നമുക്കിതെല്ലാം അനുഭവിക്കാൻ സാധിക്കുന്നത്. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയെന്ന് പറയുന്ന ആ ദൈവം തന്നെയാണ്, ആ ഈശോ തന്നെയാണ് നമ്മുടെ കൂടെ ഇന്നും നമ്മുടെ രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുവാനായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കരം പിടിച്ച് ഉടമ്പടി ജീവിതത്തിൽ നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കാം. അവിടുത്തെ ദിവ്യസ്പർശനത്തിനായിട്ട് നമ്മൾക്കും കൊതിക്കാം. ആ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയ്ക്കും അമ്മയ്ക്കും നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരാനുള്ള ഒരു വഴിയാണ് നാം തുറന്നു കൊടുക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ജിജി ചാക്കോയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ.